ഇപ്പോൾ ടി കെ ശിവകുമാർ കണ്ണൂരിൽ സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. കണ്ണൂരിലെ സ്ഥാനാർത്ഥി ടി ഒ മോഹനന് വേണ്ടിയാണ് ടി കെ ശിവകുമാർ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കെ സുധാകരനും ഒപ്പമുണ്ട്. നേരത്തെ കണ്ണൂരിൽ കെ സുധാകരൻ അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നു, തനിക്ക് മത്സരിക്കാൻ സാഹചര്യം ഒരുങ്ങാത്തതിൽ. പക്ഷേ പിന്നീട് ലീഡർഷിപ്പ് ഇടപെട്ട് അക്കാര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നു. സജീവമായി എല്ലാ പരിപാടികളിലും കെ സുധാകരനും ഉണ്ട്. ടി ഒ മോഹനു വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കെ സുധാകരനും ഡി കെ ശിവകുമാറും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. റോഡ് ഷോയും നേരത്തെ സംഘടിപ്പിച്ചിരുന്നു. And this election, 2/3 will win the election. There is complaints that the Congress leaders are not have any opposition against BJP. They are not telling anything about. Who said? Then why do you see the people of this Kerala elected Mr. Rahul Gandhi with a landslide victory? Why did BJP throw him out of the parliament? Then the court had to rescue him. They are harassing every congressman, every opposition party, India Alliance and everyone. They are allowing, they are creating a problem and putting them to the bar using CBI and ED. Why not in Kerala? Though there are so many cases, gold case, smuggling case, temple case, everything. Why they are not using that action where they are doing in other place? They are only harassing their alliance, their political enemies. They are supporting their alliance. I think that this is also, LDF is also their alliance. കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സംസാരിക്കുകയായിരുന്നു. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി ടി ഒ മോഹന്റെ പ്രചാരണ പരിപാടികൾക്ക് വേണ്ടി എത്തിയതാണ്. കെ സുധാകരനും ഒപ്പമുണ്ട്. CK വിജയൻ വിവരങ്ങളുമായി. വിജയൻ, ഡി കെ ശിവകുമാറും ഡീൽ ആരോപണമാണല്ലോ അവിടെ പ്രധാന വിഷയമാക്കുന്നത്. വിജയൻ, കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾക്ക് വേണ്ടിയാണ് ഡി കെ ശിവകുമാർ എത്തിയത്. റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ EDയും CBIയും ഉൾപ്പെടെ നിരവധി കേസുകൾ ചുമത്തുന്നു. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾക്കും കക്ഷികളുടെ നേതാക്കൾക്കെതിരെയും നിരവധി കേസുകൾ ചുമത്തുന്നു കേന്ദ്ര സർക്കാർ. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം അത് ഉണ്ടാകുന്നില്ല? ഇവിടെ സ്വർണ്ണക്കടത്ത് കേസുണ്ട്, കള്ളക്കടത്ത് കേസുണ്ട്, അങ്ങനെ പലവിധ ആരോപണങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ EDയോ CBIയോ അന്വേഷിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്താണ് ഡി കെ ശിവകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രതികരിച്ചത്? BJP CPM ഡീൽ എന്ന UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം. ഡി കെ ശിവകുമാറും അതേക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. CK വിജയനുണ്ട്. CK, കണ്ണൂർ രാഷ്ട്രീയം എങ്ങനെ തിളച്ചുമറിയുന്നു? ഡി കെ ശിവകുമാർ റോഡ് ഷോ നടത്തി. എത്രത്തോളം ആവേശം ഉണ്ടായിരുന്നു UDF ക്യാമ്പിൽ? UDF സ്ഥാനാർത്ഥി ടി ഒ മോഹനന്റെ റോഡ് ഷോ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെയും അതോടൊപ്പം തന്നെ കെ സുധാകരൻ MP-യുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ റോഡ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങി താവക്കര കാൽടെക്സ് വഴി കണ്ണൂർ സിറ്റിയിൽ സമാപിക്കുന്ന രീതിയിലാണ് റോഡ് ഷോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ റോഡ് ഷോ തുടങ്ങുന്നതിന് മുൻപ്, അല്പസമയം മുൻപ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. അദ്ദേഹം BJPക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും, അതായത് LDF സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDAയുടെ ഒരു ഘടക കക്ഷിക്ക് തുല്യമായാണ് കേരളത്തിൽ BJP CPMനെ കാണുന്നത്, അല്ലെങ്കിൽ LDFനെ കാണുന്നത് എന്നാണ്. അതായത് NDAയുടെ ഭാഗമായാണ്, അലയായാണ് കാണുന്നത് എന്നാണ്. അതിന് ഉപോത്ബലകമായി അദ്ദേഹം പറഞ്ഞ കാര്യം, മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ചെന്നു കഴിഞ്ഞാൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരുടേതല്ലാത്ത പാർട്ടികളുമായുള്ള
വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുമാത്രമല്ല പല രീതിയിലുള്ള വിമർശനങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടും അതിനു പുറമെ വിശ്വാസവുമായി ബന്ധപ്പെട്ടും അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശ്വാസി സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു വിമർശനവും ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ സർക്കാരിനെയോടും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുന്നതിനോടുള്ള വിമുഖതയാണ് കാണിക്കുകയും ചെയ്യുന്നത്. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ ഒരു NDA സഖ്യത്തിന്റെ അലയുടെ ഭാഗമായി കേരളത്തിൽ CPM മാറിയിരിക്കുന്നു, LDF മാറിയിരിക്കുന്നു എന്നും അതിനു പുറമെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ട്രക്കിങ്ങിനിടെ കാണാതായ കുട്ടിയെക്കുറിച്ചുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. ആന്റി നക്സൽ സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘത്തെ അതിന് വിനിയോഗിക്കണമോ എന്ന കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് ആക്ഷൻ ഈസ് ഓൺ ദ വേ എന്നാണ്. അതായത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ശിവകുമാറിന്റെ വരവ് ഒരു പരിധിയിൽ കവിഞ്ഞ് കേരളത്തിലെ അല്ലെങ്കിൽ കണ്ണൂരിലെ UDF രാഷ്ട്രീയത്തിൽ, UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, വലിയ ഊർജ്ജമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. DK ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രി കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന, നേരിയ മാർജിൻ മാത്രം ഇരുമുന്നണികൾക്കുമുള്ള മണ്ഡലമാണ്. പരമ്പരാഗതമായി അത് UDFന് കുറെ കൂടി ശക്തിയുള്ള സ്ഥലം, നഗരമേഖല എന്നൊക്കെ പറയാമെങ്കിലും 2011 AP അബ്ദുള്ളക്കുട്ടിയായിരുന്നു UDF സ്ഥാനാർത്ഥിയായി. AP അബ്ദുള്ളക്കുട്ടി 2011 വിജയിച്ച മണ്ഡലമാണ്. അന്ന് 6443 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കടന്നപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചത്. പക്ഷേ 2006 ചിത്രം മാറി. സതീശൻ പാച്ചേനിയായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി. നേരിയ വോട്ടിന് 1000-ൽ ശിഷ്ടം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണെന്ന് കടന്നപ്പള്ളി വിജയിച്ചത്. 2021 വിജയപ്രതീക്ഷ UDFനുണ്ടായിരുന്നു, നേരിയ മാർജിൻ ആയതുകൊണ്ട്. പക്ഷേ വീണ്ടും 1000-ൽ പരം വോട്ടുകൾക്ക് വീണ്ടും കടന്നപ്പള്ളി വിജയിക്കുകയായിരുന്നു. അങ്ങനെ 1000-1500 വോട്ടിന്റെ ഗ്യാപ്പ് മാത്രമാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ വീറും വാശിയും കൂടുകയാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ മത്സരത്തിന്.